നമ്മൾ പറഞ്ഞ ഈ സമയത്ത് എന്തുകൊണ്ടാണെന്നാണ് 27°C ഈ ബാക്ടീരിയ ജീവിക്കുക, എലിപ്പനിയുടെ ബാക്ടീരിയ. അതുകൊണ്ടാണ് ഈ ഒരു സമയം മഴ മാറി പെട്ടെന്ന് വെയിൽ വന്ന് അതിന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഒരു ഊഷ്മാവ് അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടാണ് ഈ സമയത്ത് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് കടുത്ത വേനൽ വരുമ്പോൾ ഈ എലിപ്പനി അപ്രത്യക്ഷമാകുമോ? തീർച്ചയായിട്ടും ഈ രോഗാണുക്കൾക്ക് അവിടെ സാധ്യതയില്ലല്ലോ. രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റില്ല. ഇതിന്റെ ഈ ലെപ്റ്റോസ്പൈറോസിസ്, ഇത് എലിപ്പനി യഥാർത്ഥത്തിൽ വന്നിട്ട് വരുന്നത്, അതിന് ലോകാരോഗ്യ സംഘടന തന്നെ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസവും അതുപോലെ ഇതുപോലെ ഒക്ടോബർ അല്ല, ഈ സെപ്റ്റംബർ, ഓഗസ്റ്റ് സെപ്റ്റംബർ മഴയും വെയിലും ഒക്കെ ഇതിപ്പോ മഴ മാറുന്ന സമയം, മഴ മാറി അങ്ങനെ വെയിലേക്ക് വരികയാണ്. അപ്പൊ കുറച്ച് രാവിലെ നല്ല വെയിലുണ്ടാകും, വൈകിട്ട് മഴയുണ്ടാകും, ഈ വേനൽ മഴ സ്വാഭാവികമായും. അപ്പോൾ പ്രേക്ഷകർക്ക് വളരെ നല്ല ഒരു ഇൻഫർമേഷൻ ആണ്, ഒരു വിവരമാണ്. ഇനി അത് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇനിയിപ്പോ നമുക്ക് അത്ര വലിയ ഒരു ആശങ്ക വേണ്ട. എങ്കിലും ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കുകയും വേണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പനി സാധാരണഗതിയിൽ നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാനുള്ള ഒരു അസുഖമാണ്. പനി ഒരു അസുഖം അല്ലെങ്കിൽ ഒരു ലക്ഷണമായിട്ടെങ്കിലും നമുക്ക് പറയാം. പല അസുഖങ്ങളുടെ ലക്ഷണമാണ്. നമുക്ക് ക്ഷമിക്കണം, ഒരു കോൾ ഉണ്ട്. ഹലോ, പറഞ്ഞോ, ആരാണ് വിളിക്കുന്നത്? ആരാണ്? ശാന്ത. ചോദിച്ചോളൂ ഡോക്ടറോട്. കാട്ടങ്ങളിലും അടിച്ചുവാരിയോ എടുക്കലും ചെയ്യുന്നതുകൊണ്ട് അതിനുള്ള എലിപ്പനി വരുമോ, അതിന് പ്രതിരോധം ഉണ്ടോ എന്ന് അറിയാനായിരുന്നു. പ്രതിരോധ മരുന്ന് നമ്മുടെ ഹോമിയോപ്പതി ചികിത്സയാണോ അതിലാണോ ഉണ്ടോ എന്ന് താങ്കൾ ചോദിക്കുന്നത്? തീർച്ചയായിട്ടും അതിന് പ്രതിരോധ മരുന്നുകൾ ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ല. അതിന് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിനൊരു പകർച്ചവ്യാധിയുടെ സ്വഭാവം അത് വരികയാണെങ്കിൽ, ഇപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു നമുക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇന്നും ഇന്നലെയും ഒക്കെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വന്നിട്ട് അത് കുറയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ ഒരേ ഒരു കേസാണ് ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ സംഭവിക്കുന്ന പല മരണങ്ങളും എലിപ്പനിയുടെ അക്കൗണ്ടിലാണ് അത് പെടുത്തുക. യഥാർത്ഥത്തിൽ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് എല്ലാ മരണവും എലിപ്പനി മരണമാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ ഔദ്യോഗികമായിട്ട് ആരോഗ്യവകുപ്പിന്റെ DMO തന്നെ പറഞ്ഞിരിക്കുന്നത് 3 കേസിൽ വന്നിട്ട് 1 കേസാണ് സ്ഥിരീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളണം. അതിന് ഹോമിയോപ്പതി വിഭാഗം അതിന് തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിന് മരുന്ന് തേടാവുന്നതാണ്. മറ്റുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിലൊക്കെ അതിന് പ്രതിരോധ മരുന്നുണ്ട്, അലോപ്പതി വിഭാഗത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. സന്തോഷം വിളിച്ചതിന്. പലതരം പനികളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എലിപ്പനിയും മറ്റു പനികളും തമ്മിൽ എങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യന് തിരിച്ചറിയാം? വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരുപാട് പനി കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് വന്നിട്ട് പനിയുടെ അത് തോത് കൂടുതൽ, ഒരുപാട് ആൾക്കാർക്ക് അഫക്റ്റഡ് ആകുന്നുണ്ട്. പനിയുടെ സീസണാണ്, പനിയുടെ ടൈമാണ്. അപ്പോൾ അതിൽ നല്ലൊരു ശതമാനം കേസുകൾ ഇപ്പോൾ വന്നിട്ട് ജലദോഷ പനിയായിട്ടാണ് വരുന്നത്. അത് കോമൺ കോൾഡാണ്. അല്ല ഇൻഫ്ലുവൻസ പോലും അല്ല, സാധാരണ കോൾഡാണ്. മിക്സഡ് വൈറൽ ഇൻഫെക്ഷൻ, മിക്സഡ് വൈറസ് കൊണ്ട് വരുന്ന കോമൺ കോൾഡും അത് അനുബന്ധ പനിയുമാണ്. അപ്പം അതിൽ ഈ ജലദോഷം വരികയാണെങ്കിൽ, ജലദോഷം, കഫക്കെട്ട്, മൂക്കടപ്പ്, തൊണ്ടവേദന, തൊണ്ടയിലെ ഒരു ഇറിറ്റേഷൻ, പിന്നെ രാവിലെ പകൽ പനി കുറയും, രാത്രി പനിക്കും, ചുമ, അങ്ങനെ ഒരു ബ്രോങ്കൈറ്റിസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരു പിക്ചറോടുകൂടി ഒരു രോഗി വരികയാണെങ്കിൽ ഞങ്ങളെ പോലത്തെ ഡോക്ടർമാർക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. ഞങ്ങൾ എലിപ്പനിയെ നമ്മൾ ഒഴിവാക്കാം, ഡെങ്കിപ്പനിയെ നമുക്ക് മറക്കാം, അതുപോലെ ടൈഫോയിഡ് ഇല്ലാന്ന് നമുക്ക് വിചാരിക്കാം, അതുപോലെ വന്നിട്ട് മഞ്ഞപ്പിത്തമായിരിക്കില്ല, അതുപോലെ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഈ എലിപ്പനി തന്നെ പറഞ്ഞല്ലോ. ഇത്തരം അസുഖങ്ങൾക്ക്, ഞാൻ ഇപ്പോൾ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ ജലദോഷത്തിൻ്റെ ഒരു പിക്ചർ ആയിരിക്കില്ല. ഇപ്പം തന്നെ എലിപ്പനിയുടെ ഇത് പറഞ്ഞല്ലോ, കാരണമില്ലാതെ പെട്ടെന്ന് വിറയലോടുകൂടി ഉണ്ടാകുന്ന ഒരു പനി, പനിക്ക് തന്നെ വ്യത്യാസമുണ്ടെന്നാണ്. അതിന് പ്രത്യേക കാരണമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ജലദോഷ പനി എന്ന് പറയാം, അല്ല വേറെ പല പനി എന്ന് പറയുമ്പോൾ അതിന് തക്കതായ കാരണങ്ങളുണ്ടാവും. ഇതൊരു കാരണമില്ലാതെ ഒരു പടാർന്ന് പെട്ടെന്ന് തന്നെ ഒരു പനി അങ്ങനെ ഉണ്ടാകും. അതായത് ഡോക്ടർ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ട് ആരോഗ്യവാനായി നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു വിറയലും പനിയൊക്കെ ഉണ്ടാകണം. ഈ സാധ്യത എലിപ്പനി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങൾ നെറ്റിതടത്ത് ക്ഷമിക്കണം, ഒരു കോൾ കൂടെയുണ്ട്. ഹലോ, ആരാണ് വിളിക്കുന്നത്? തൻവീറാണ്. തൻവീർ ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, ശ്രീരാമകൃഷ്ണ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ഈ സാധാരണക്കാരന് ഒരു പനി, അതായത് എലിപ്പനി ഉണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക, എങ്ങനെ തിരിച്ചറിയാം, അതിന്റെ സെന്റിമെന്റ്സ് എന്താണ് എന്നതിനെ കുറിച്ച് ചോദിക്കാം. അതാണ് ഞാനിപ്പോ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു ജലദോഷം, ചുമ, കഫക്കെട്ട്, അതുപോലെ തലവേദന, പനി വിട്ടുവിട്ട് വരുന്ന പനി, തൊണ്ടയിലൊരു അസ്വസ്ഥത, തൊണ്ടവേദന ഒക്കെ വരുമ്പോൾ അത് സാധാരണ ജലദോഷപ്പനിയായിട്ട് നമ്മൾ കണക്കാക്കുകയും മറ്റുള്ള ഇപ്പൊ പറഞ്ഞതുപോലെ അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇതാണ്. പെട്ടെന്ന് വിറയലോടുകൂടി ഉണ്ടാകുന്ന പനി, നെറ്റിത്തടത്ത് കടുത്ത വേദന,
അതുപോലെ പേശിവേദന, വളരെ അസഹ്യമായിട്ടുള്ള വന്നിട്ട് പേശിവേദന ഉണ്ടാവും, മസിൽ പെയിൻ, പ്രത്യേകിച്ച് തുടയിലും ഇടുപ്പല്ലിലുമുള്ള പേശികൾക്ക് വല്ലാതെ വേദന ഉണ്ടാവും. ദേഹത്ത് ചുവന്ന നിറത്തിലുള്ള കുത്തുകളുണ്ടാവും, ഈ ഡെങ്കിപ്പനിക്ക് വരുന്ന പോലത്തെ ചുവന്ന നിറത്തിലുള്ള കുത്തുകളുണ്ടാവും, മനം പുരട്ടൽ, ഛർദി, പിന്നെ പനിയാണെങ്കിൽ 104, 105, ഹൈപ്പർ പൈറക്സിയ, നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ആ പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ അത് വളരെ ടയർഡായിട്ടും അത് മറ്റുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും. അപ്പം സോറി, കോൾ കട്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മറുപടി ഏതാണ്ട് പൂർണ്ണമാണെന്ന് തോന്നുന്നു. ഡോക്ടർ പറയാമോ, ഈ ആർക്കൊക്കെ ഈ രോഗം വരാം, അല്ല കൂടുതൽ സാധ്യത ആർക്കാണ്? ഇത് എല്ലാ കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇത് വരാം. പ്രത്യേകിച്ച് ഇതിൽ വന്നിട്ട് മരണനിരക്ക് കൂടുതൽ 60 വയസ്സിന് ശേഷം മീതെ പ്രായമുള്ള ആളുകൾക്കാണ് മരണനിരക്ക് കൂടുതലും. പ്രത്യേകിച്ച് മറ്റുള്ള എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ വന്നിട്ട് നമ്മൾ പ്രായാധിക്യം തന്നെയാണ്. 60 വയസ്സായതുകൊണ്ട് അവർക്ക് ആരോഗ്യം എന്തായിരുന്നാലും വന്നിട്ട് അത് ഒരുപാട് മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിന്ന് വരാം. ഡയബറ്റീസ് ഉണ്ടാകാം, വേറെ എന്തെങ്കിലും മറ്റു അസുഖങ്ങളുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ഡേഞ്ചറസ് ആവുന്നത്. ഈ കോംപ്ലിക്കേഷൻസ് എപ്പോഴും അങ്ങനെയാണല്ലോ. വളരെ കുട്ടികൾക്കൊക്കെ വന്നിട്ട് ഇത് താരതമ്യേന വന്നിട്ട് മരണനിരക്ക് വളരെ കുറവാണ്. കുട്ടികൾക്ക് ഈ അസുഖം പിടിപെടാനുള്ള സാധ്യതയും കുറവാണെന്ന് പറയാം. പിടിപെടാനുള്ള സാധ്യത എല്ലാം ഒന്നുപോലെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ള കോംപ്ലിക്കേഷൻ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഭയക്കേണ്ടതിന്റെ അവസ്ഥ കൂടുതലും പ്രായമായവർക്ക് ഈ എലിപ്പനി പോലുള്ള അസുഖങ്ങൾ വന്നാൽ വളരെയേറെ ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അതുപോലെ മറ്റുള്ള അസുഖങ്ങളുള്ളവർക്കും മറ്റ് തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്കും. ഒരു കോളും കൂടി ഉണ്ട് നമുക്ക് തോന്നുന്നു. ഹലോ ആരാണ്? പറഞ്ഞോളൂ. ഇത് പേരാവൂരിന്ന. ആരാണ്? സാജിദ ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ. ഡോക്ടറെ, കിണറ്റിൽ എലി വീണ് കഴിഞ്ഞാലേ എലി ചത്തിട്ടില്ലെങ്കിലും എലി കിണറ്റിൽ ഇടയ്ക്ക് ഈ വീഴുന്നുണ്ട്. അന്നേരം ആ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എലിപ്പനി ഉണ്ടാവുമോ? സംശയമില്ല കാര്യത്തിൽ. അത് ഞാൻ നേരത്തെ ആൻസർ പറഞ്ഞിരുന്നല്ലോ. എലി ചത്തില്ല എങ്കിലും എലി അവിടെ മൂത്രമൊഴിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ആ വെള്ളം കണ്ടാമിനേറ്റഡ് ആയല്ലോ, മലിനീകരണപ്പെട്ട് പോയല്ലോ. അപ്പൊ അതിന് നമ്മൾ 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ വന്നിട്ട് കുറച്ചു നേരം അത് തിളപ്പിച്ചില്ല എങ്കിൽ ആ അണുക്കൾ ചാകില്ല. ഈ രോഗാണുക്കൾ, എലിപ്പനി ഉണ്ടാക്കുന്ന രോഗാണുക്കൾ 56 ഡിഗ്രി സെന്റിഗ്രേഡില് അരമണിക്കൂറോളം അത് വിസ്റ്റാൻഡ് ചെയ്യും, അരമണിക്കൂറോളം അത് ജീവൻ നിലനിർത്തും. അതേസമയം 100 ഡിഗ്രി സെന്റിഗ്രേഡിൽ നമ്മുടെ വെള്ളം തിളയ്ക്കുന്നതിന്റെ ബോയിലിംഗ് പോയിന്റ്, വെള്ളം തിളയ്ക്കുന്നതിന്റെ താപനില നമുക്കറിയാം 100 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിലവർ നിമിഷങ്ങൾ കൊണ്ട് ഈ രോഗാണുക്കൾ ചാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ നിങ്ങൾ കിണറ്റിലെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അത് വളരെ ശുദ്ധീകരിക്കണം, അല്ല എങ്കിൽ വന്നിട്ട് വെള്ളം തിളപ്പിച്ചേ കഴിക്കാവൂ. തണുപ്പിച്ച് അത് ആരോഗ്യവകുപ്പ് അധികൃതർ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് തരും. അതെ. നന്ദി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ പനിയും എലിപ്പനിയല്ല. അതെ. എന്നാൽ ചില പ്രത്യേക ലക്ഷണങ്ങളോട്, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ലക്ഷണങ്ങളോട് കൂടിയ പനി എലിപ്പനിയാവാം. എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് എടുക്കാൻ കഴിയുക ഇത് വരാതിരിക്കാൻ? എലി നമ്മുടെ വീടുകളിലുണ്ട്, കടകളിലുണ്ട്, നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ തന്നെ എലികളുണ്ടാവും, മനുഷ്യവാസമുള്ളിടത്തെല്ലാം തന്നെ എലികളുണ്ടാവും. എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമുക്ക് എടുക്കാൻ കഴിയുക? അത് വളരെ പ്രസക്തമായിട്ടൊരു വിവരമാണ്. തീർച്ചയായിട്ടും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അതാണല്ലോ നമ്മൾ ഇന്നത്തെ മെയിൻ വിഷയത്തിന്റെ ഒരു പ്രസക്തി. അതെ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. ഇത് വളരെ ആദ്യമേ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എലി നമുക്ക് വീടുകളിൽ ഉണ്ടെന്ന് കണ്ടാൽ അത് എലി നശീകരണത്തിന് എന്താണ് മാർഗം നമ്മൾ അന്വേഷിക്കണം. അത് വരെ ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പ്രതിരോധമായിട്ട് പറയേണ്ടത് ഇതിന് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് മാത്രമേ കുടിക്കാവൂ. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കണം. പച്ചവെള്ളം കഴിക്കണം. ഇത് ചില വീട്ടിൽ നിന്നായാലും പുറത്ത് വെളിയിൽ നിന്നായാലും എങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും? ഇപ്പൊ നമ്മള് നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ആരാണ്? അജയ് ആണ്. അജയ് ചോദിച്ചോളൂ ഡോക്ടർ വേഗം. ഹലോ ഡോക്ടർ. യെസ് ഡോക്ടർ, നമ്മുടെ ഈ എലിപ്പനി എന്ന് പറഞ്ഞ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ഇത് നമ്മളെ ദോഷം ചെയ്യുന്നത്? ഇതൊരു അസുഖം ഉണ്ടാക്കുകയാണ്. ഈ എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ നമുക്കൊരു ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ്, അതായത് അതിന് അസുഖം പുറപ്പെടുവിപ്പിക്കാനുള്ള ഒരു കാലതാമസം എടുക്കുന്ന സമയമാണ് 7 മുതൽ 14 ദിവസം വരെയുള്ള ആ പീരീഡ്. അത് കഴിഞ്ഞ ശേഷം ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. പിന്നീട് ഇതിന് കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് രണ്ടാമത്തെ ഘട്ടം, ആദ്യഘട്ടം ഞാൻ പറഞ്ഞല്ലോ ഒരു 80% ആളുകൾക്കും അതങ്ങനെ ഒരു സബ് ക്ലിനിക്കൽ, അതായത് ചെറിയ ചെറിയ ലക്ഷണങ്ങളോടുകൂടി അങ്ങ് പോവും. ബോഡി അതിനെ എതിർത്ത് കളയും. ബോഡി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഇടപെടാതെ 24 hours വളരെ വിജിലൻ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്, പ്രതിരോധ സംവിധാനം, ഒരു കാവൽക്കാരൻ.
അത് ഉണർന്ന് പ്രവർത്തിക്കുകയും അതിനെ നേരിടുകയും ചെയ്യും. പക്ഷേ അതിന് ഈ രോഗാണുക്കളുടെ മേൽക്കോയ്മ കൂടുതൽ ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ പ്രതിരോധ ശേഷി കുറച്ച് ഡൗൺ ആകുന്ന സാഹചര്യത്തിൽ, അത് പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, അല്ല പല പല കാരണങ്ങൾ കൊണ്ട് പ്രതിരോധ ശേഷിയെ കുറയുന്ന അവസ്ഥയിൽ ഈ രോഗാണുക്കൾക്ക് മേൽക്കോയ്മ ഉണ്ടാകുകയും അത് രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷനിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ പറയുന്ന പോലത്തെ അവയവങ്ങൾ എന്ന് പറയുന്ന കരള്, വൃക്ക, അതുപോലെ ഹൃദയം, തലച്ചോറ് എന്നീ പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻസ് എന്ന് പറയുന്ന ഈ 4 പ്രധാനപ്പെട്ട അവയവങ്ങളെ ബാധിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ഓരോ അസുഖത്തിനും ഓരോ ലക്ഷണങ്ങൾ. ഇപ്പോൾ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയിലെ ഇപ്പോൾ റീനൽ ഫെയിലിയർ എന്ന് പറയുന്ന കിഡ്നി പ്രവർത്തന രഹിതമായി പോകുന്ന അവസ്ഥ. അതുപോലെ വന്നിട്ട് ഹൃദയത്തിൽ അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ പുറത്തുള്ള കവറിങ്, അതായത് പെരിക്കാർഡൈറ്റിസ്, അതുപോലെ മസിൽ ലെയറിൽ വരികയാണെങ്കിൽ അത് മയോകാർഡൈറ്റിസ്, അതുപോലെ തലച്ചോറിൽ വന്നിട്ട് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന തലച്ചോറിലെ നീർ കെട്ടുന്ന അവസ്ഥ, ലിവറിലാണെങ്കിൽ ലിവർ ഫെയിലിയർ ആകുന്ന അവസ്ഥ, ജോണ്ടിസ്, ഇതുപോലെ ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ലക്ഷണം വരുന്നതാണ് നമ്മൾ വീൽ സിൻഡ്രോം എന്ന് വിളിക്കാറുള്ളത്. വീൽ സിൻഡ്രോം ഇതെല്ലാം മിക്സഡ് ആയിട്ട് ഇതെല്ലാം മൊത്തം കലർന്നിട്ടുള്ള ഒരു പിക്ചർ, എല്ലാം ചേർന്നിട്ടുള്ള ഒരു പിക്ചറാണ് വീൽ സിൻഡ്രോം. അപ്പോൾ വീൽ സിൻഡ്രോം ഒക്കെ ബാധിച്ച ഒരു വ്യക്തിയെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. വളരെയധികം തീവ്ര പരിചരണ വിഭാഗത്തിൽ ഹയർ സെൻ്ററുകളിൽ സൗകര്യങ്ങളുള്ള ആശുപത്രികളിൽ ചികിത്സ തേടി വേണം അതിനെ നേരിടാൻ. ഡോക്ടർ, അത് പിന്നെ ഇപ്പൊ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ മരണം സംഭവിച്ച ആൾക്കാർക്ക് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഏത് ഭാഗങ്ങളിൽ ആണ് ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്? ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വന്നിട്ട് കോഴിക്കോട്, അതുപോലെ ഇപ്പോൾ ആലപ്പുഴയിൽ വന്നിട്ട് ഒരുപാട് പേർക്ക് ഇത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂരിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. കാസർഗോഡിലെ ഒരു മരണം സംഭവിച്ചതായിട്ട് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അതുപോലെ മഞ്ഞപ്പിത്തം പോലെ ലിവറിനെ കൂടുതൽ ബാധിക്കുന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇതിന് 10% ലിവറുമായി ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങൾ, ലിവറിൽ ബാധിച്ചതിന് ശേഷമുള്ള രോഗലക്ഷണങ്ങൾ, മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളൊക്കെ വരുന്നത് 10%, ഇക്ടെറിക് ടൈപ്പ് എന്ന് പറയുന്ന 10%. അപ്പോൾ ബാക്കി 90% മഞ്ഞപ്പിത്തത്തോടുകൂടിയുള്ള ലക്ഷണങ്ങൾ ഉള്ളതല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആൻസർ ഇതാണ്, അതായത് നമ്മുടെ അവയവങ്ങൾ, ഇത്രയും അവയവങ്ങളാണ് ഇത് ബാധിക്കുന്നത്. ഓക്കെ ഡോക്ടർ. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി.